വെണ്ടയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം അതിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോണത് വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതിലിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൈര് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഒരുപാടിട്ട് തിളപ്പിക്കരുത്. നമ്മളത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. തൈര് ഒഴിച്ച ശേഷം ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയാം.